ഇനി അന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് തൽഹിയ്യത്ത്, അറിവ് നടത്തുക. ഉലുഹിയ്യത്ത് പറഞ്ഞാൽ അറിവ് നടത്തുന്ന മൃഗത്തിന് ഉലുഹിയ്യത്ത് എന്നും പറയും. പിന്നെ ആ പ്രവർത്തിക്ക് തൽഹിയ്യത്ത് എന്നും പറയും. അറിവ് നടത്തുക പ്രധാനപ്പെട്ട സുന്നത്താണ്. സുന്നത്തുൻ മുഅക്കദത്തുൻ, ശക്തമായ സുന്നത്ത്. ആർക്ക്? ലി ഖാദിരിൻ, കഴിവുള്ളാക്ക്. കഴിവുള്ളത് എന്ന് പറഞ്ഞതിന് അർത്ഥത്രയേ ഉള്ളൂ, തനിക്കും തൻ്റെ ആശ്രിതർക്കും പെരുന്നാളിൻ്റെ പകലും അതിൻ്റെ തുടർന്ന് വരുന്ന രാത്രിയും ആവശ്യത്തിനുള്ളത് കഴിച്ച് അത് മാറ്റിവെച്ച് ഒരു ആടിനെ വാങ്ങാൻ കാശുണ്ടോ, ഓന് കഴിവുള്ള ആളാണ്. ഉലിയത്തർക്കാൻ കഴിവുള്ള ആൾ. പെരുന്നാളിൻ്റെ അന്ന് പകലും തുടർന്ന് വരുന്ന രാത്രിയും തൻ്റെയും ആശ്രിതർ എന്ന ഭാര്യ, മക്കൾ, ഉമ്മ, വാപ്പുണ്ടെങ്കിൽ അവർക്കുള്ള ആവശ്യത്തിനുള്ളത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ആട് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു വലിയ മൃഗം എന്ന് പറഞ്ഞാൽ മാട്, ഒട്ടകം, അതിൽ നിന്ന് സുബഹ് 7-1 അത് മിനിമം വേണം. അതിനുള്ള കാശുണ്ടോ, ഇവൻ കഴിവുള്ള ആളാണ്. ഓന് സുന്നത്ത് മുഅക്കദയാണ്, ഒഴിവാക്കൽ കറാഹത്താണ്. സുന്നത്ത് മുഅക്കദ, ഒഴിവാക്കൽ കറാഹത്ത് എന്ന് പറഞ്ഞാൽ അവലക്ഷണം എന്നാണ്. ഓൻ്റെ ബിസിനസ്സിൽ ബർക്കത്തില്ലാതെയാവും, വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല, ഏർപ്പാടിൽ ബർക്കത്തുണ്ടാവില്ല, പല തകരാറും മുസീബത്തുകൾ ഇങ്ങനെ വരും. ഉസ്താദ് എന്താണെന്ന് അറിഞ്ഞില്ല, ഇക്കൊല്ലം എന്തൊക്കെ തട്ടുമുട്ട് ആരോ ചെയ്തിണെന്നാണ് തോന്നണത്. അങ്ങനെ ചിലവർ പറയും. ഞാൻ പറഞ്ഞു ആരും ചെയ്തതല്ല, നിങ്ങളെ തകരാറ് തന്നെയാണത്. എന്തേ നിങ്ങൾക്കൊല്ല ഉലിയത്തർത്തിനോ? കഴിവുള്ള ആളാണ് അയാൾ. എന്നോട് ചോദിച്ചതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കഴിവുള്ള ആളാണ്, ഇപ്പോൾ ഒരു ഉലിയത്തർത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതാണ് അവലക്ഷണം, പറക്കത്ത് കമ്മി എന്നൊക്കെയാണ് അതിന് എന്ത് ചെയ്യുക. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾക്ക് നമ്മൾ നോക്കിയാൽ മതി. സുന്നത്ത് മുഅക്കദ നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആയിരിക്കട്ടെ. അപ്പോൾ സുന്നത്ത് മുഅക്കദയാണ് ഇത്തരം ആളുകൾക്ക്. അറിവ് നടത്തേണ്ടത് പറഞ്ഞു, ആട്, മാട്, ഒട്ടകം. ആടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായി 3-ാം വയസ്സിലേക്ക് പ്രവേശിക്കണം. മാടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാള, അതുപോലെ തന്നെ ബക്കറത്ത്, പശു, ആണും പെടും പെണ്ണും പെടും. ജാമൂസ്, പോത്ത്, അത് കാട്ടുപോത്ത് പറ്റൂല, കാട്ടി പറ്റൂല. അഹ്ലിയ്യത്ത്, നാട്ടിലുള്ളതാവണം. ഈ 3-4 മൃഗം, ഒട്ടകം, ഈ 3-4 മൃഗത്തിൽ നിന്നേ ഉലിയത്ത് പറ്റുള്ളൂ. മാനിന് അറിവ് നടത്തി പറ്റൂല. വില കൂടുതലാണെങ്കിലും, ആടിനേക്കാൾ വില കൂടുതൽ, എന്നാലും ഉലിയത്തായിട്ട് എന്ത് ചെയ്യൂല. സക്കാത്ത് കൊടുക്കേണ്ടത് ഈ 3-4 മൃഗത്തിലാണ്. മാനിന് സക്കാത്തില്ലല്ലോ. അപ്പം ഈ 3-4 മൃഗത്തിൽ 2 വയസ്സ് പൂർത്തിയായ ആട്, 2 വയസ്സ് പൂർത്തിയായ മാട്, 5 വയസ്സ് പൂർത്തിയായ ഒട്ടകം. അതിൽ ആട് പൂർണ്ണമായിട്ട് തന്നെ ഒരു ഓഹരിയാണ്, അതിൽ വേറെ ആളെ ഓഹരി കൂട്ടാൻ പറ്റില്ല. മാടാണെങ്കിൽ കാളയോ മറ്റൊക്കെയാണ് എങ്കിൽ 7 ആൾക്ക് വരെ കൂടാവുന്നതാണ്. 7 ആൾ വേണമെന്നല്ല പറഞ്ഞത്, ഒന്നിൽ 7 ആൾക്ക് വരെ ആകാവുന്നതാണ്, 8 ആകരുത്. അപ്പം മിനിമം 7-ൽ 1 മിനിമം ഒരു ഉദീഹത്ത്. അപ്പം 7 ആൾ വരെ ആകാന്ന് പറഞ്ഞാൽ 6 ആയാൽ പറ്റൂലേ? പറ്റുമെന്ന് മാത്രമല്ല, 7-നേക്കാൾ നല്ലത് 6. 5 പറ്റൂലേ? പറ്റുമെന്ന് മാത്രമല്ല, 6-നേക്കാൾ നല്ലത്. അങ്ങനെ താഴോട്ട് ഇങ്ങനെ എത്ര വരുന്നോ എന്തിനാ അങ്ങനെ പറഞ്ഞത്? 7 വരെ ആകാം, 6 ആയാൽ പറ്റൂല എന്ന് ചിലർക്ക്. എന്തേ? 6 ആകുമ്പോൾ ഇവിടെ 1/4 ആവും. 1/4 ഓഹരിയായി. 1/4 വരുമ്പോൾ ഓഹരി പറ്റുമോ? 7-ൽ 1 പിന്നെ ഒരു കാലും, 7-ൽ 1 വേണ്ടേ ചുരുങ്ങിയത്? കാല് പറ്റൂലല്ലോ. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു സ്ഥലത്ത് ഒരു മൃഗത്തെ 10,000 വെച്ചിട്ട് എന്ത് ചെയ്തു? ഓരിട്ട് 70,000, 7 70,000 അല്ലേ? അങ്ങനെ 4 ആളെ കിട്ടി. 5 ആൾ വന്ന് നിൽക്കുക, 4 ആളെ കിട്ടി, 40,000. ഇനി 3 ആൾ വേണം. 10,000 കൊടുക്കുകയാണെങ്കിൽ ഒരു ഓരി 7-ൽ 1 10,000 ആണെങ്കിൽ ഇനി 3 ആൾ വേണം. അവിടെ എത്ര തിരഞ്ഞിട്ടും വലിയ 2 ആളേ ഉള്ളൂ, 3 ആളില്ല. അപ്പോൾ ഈ 2 ആളും കൊടുത്ത് കഴിഞ്ഞ് 10 ഇല്ലേ? അപ്പോൾ ഈ 2 ആൾ എന്ത് ചെയ്തു? 15-ഉം 15 കൊടുത്തു. 1.5. അപ്പോൾ ഇപ്പോൾ 70,000 ആയല്ലോ. 6 ആളും 70,000 ആയി. അപ്പോൾ 15 ആകുമ്പോൾ ഇവിടെ 1.5 ഓഹരിയല്ലേ? അപ്പം അത് ശരിയാവില്ല എന്ന് ഒരാൾ. അല്ല, അങ്ങനെ വരണ്ടെന്ന് പറയാനാണ് അപ്പം എന്ത് ചെയ്തത്? ഈ 1.5 എന്ന് പറഞ്ഞാൽ 15 എന്ന് പറഞ്ഞാൽ 10 ഇപ്പോൾ ഒരു ഓഹരി മിനിമം. മിനിമത്തിൽ നിന്ന് എത്രയും എന്ത് ചെയ്യുക? കൂടെ കുറയരുത് എന്നേ ഉള്ളൂ. അപ്പോൾ ഒരാൾ 15 ആകുമ്പോൾ ഓന് 1.5 ഓഹരി ഉണ്ട്. കേവലം 1/2 ഓഹരി പറ്റൂല. ഒരാളിൻ്റെ വക 5,000 എന്ന് പറഞ്ഞു, 10,000 ചുരുങ്ങിയെങ്കിൽ 5,000. അത് സ്വന്തം ഒരു ഓഹരി പകുതി പറ്റൂല,
പകുതി ഓഹരി പറ്റൂല, 1 വേണം. 1 ഉണ്ടായാൽ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? അപ്പോൾ 1.5 ഇവൻ്റെത് അരയല്ല, ഈ അര 1 അരയാണ്. അപ്പോൾ 1.5 അതിന് കുഴപ്പമില്ല. മനസ്സിലാവുണ്ടോ? അപ്പം അങ്ങനെ കെസുറുണ്ടാവുന്നതിന് വിരോധമില്ല, പൂർണ്ണത വേണമെന്നില്ല. 1 പൂർണ്ണമായാൽ കൂടുതൽ എത്ര എന്ത് ചെയ്യുക ആവാം. അങ്ങനെ ഒരു മൃഗത്തിൽ 7 ആൾ കൂടി അല്ലെങ്കിൽ 5 ആൾ കൂടി ഒരാൾ 2 എടുത്തു, ഒരാൾക്ക് 3 എടുക്കാം. ഈ എടുക്കുന്നത് തന്നെ ഒരാൾ സുന്നത്തായ ഉലിഹിയത്താണ്, മറ്റൊരാൾ അവൻ്റെ സുന്നത്തായ ഹഖീഖത്താണ്, അവൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കുക. കുഴപ്പമുണ്ടോ? ഇല്ല. ഒരാൾ ഉലിയത്ത് വേറെ കൂടിയാണ്, ഇനി പെരുന്നാൾക്ക് ഏതായാലും മാംസം വാങ്ങണമല്ലോ, ഞാൻ മാംസത്തിന് വേണ്ടി ഒരു ഓഹരി കൂടുന്നു. കുഴപ്പമുണ്ടോ? ഇല്ല. 3 ഓഹരിയായി. ഇനി ബാക്കി 3 ഓഹരിയുണ്ട്. അപ്പോൾ കച്ചവടക്കാരുണ്ട് അവിടെ, മാംസക്കച്ചവടക്കാർ. മൂപ്പര് പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഒരു പോത്തിന് ഒന്നായിട്ട് അറവ് നടത്തിയ പെരുന്നാൾക്ക് വിറ്റു കഴിയണമെന്നില്ല, ആ ബാക്കി ഓഹരി ഞാൻ എന്ത് ചെയ്തോളാം. മൂപ്പർക്ക് എന്തിനുള്ള? കച്ചവടത്തിനുള്ള. കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ അറവ് നടത്തുമ്പോൾ ഉലിയത്ത് എന്നുള്ള നിലയിൽ അറവ് നടത്തണം. അല്ലാതെ കച്ചവടക്കാരൻ അറവ് നടത്തുന്ന മൃഗത്തിൽ നിന്ന് ഒരു ഓഹരി അറവ് നടത്തിയതിനു ശേഷം വാങ്ങിയ ഉലിയത്ത് ആവില്ല. അറവ് നടത്തുമ്പോൾ എന്താവണം? ഉലിയത്ത് എന്നുള്ള നീയത്തിൽ അറവ് നടത്തിയാൽ അതിൽ ഇവൻ എത്രയാണോ കൂടിയത് അത് ഓൻ എടുക്കുക, ബാക്കിയുള്ള മറ്റോന് വിൽപ്പന നടത്താം. അത്രയേ ഉള്ളൂ. ആ കൂട്ടത്തിലൊന്ന് പറയാം, നമ്മൾ സാധാരണ മഹല്ലുകളിലൊക്കെ ഇങ്ങനെ കൂട്ട ഉലിയത്ത് നടത്തുന്നതാണല്ലോ. നമ്മളൊരു ഉലിയത്തിൽ കൂടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്വന്തമായിട്ടൊരാടെങ്കിലും വാങ്ങി അറവ് നടത്തുക, സ്വന്തം കുടുംബത്തിൻ്റെ വീട്ടുമുറ്റത്തോ പറമ്പിലോ വെച്ച് നമ്മുടെ മക്കളും കുട്ടികളൊക്കെ കാണാൻ പറ്റിയ രൂപത്തിൽ. അതാണ് ഏറ്റവും നല്ലത് കയ്യൊങ്കിൽ എന്ന് വിചാരിച്ച് ഈ മഹല്ലിൽ നടക്കുന്നത് തെറ്റാണെന്നാണോ? അത് നമ്മൾ പറയാൻ പോകണ്ട. ഏറ്റവും നല്ലതാ ഇപ്പം ഈ പറഞ്ഞത്. അത് അറവുകാരനെ വിളിക്കണം, തോല് ഇറക്കണം, അറവിതാക്കണം, കൊണ്ടേ കൊടുക്കണം, ഇതൊക്കെ മടിയായിട്ട് ആരും ചെയ്യൂല. അപ്പം പിന്നെ മഹല്ലിൽ ഖത്തീബ് ഉസ്താദ് എന്ത് ചെയ്തതാണ്? ഒരു പ്രോത്സാഹനം, ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളൊന്നും ബേജാറാണ്ട്, അറിവ് ഇതൊക്കെ നമ്മളെന്ത് ചെയ്യുക. അപ്പം കുറേ ആളുകൾ അറിവ് നടത്താൻ വരും. അതിനാണ് ആ സംവിധാനം എന്ത് ചെയ്തത്. അതുകൊണ്ട് നല്ലൊരു സംഗതിയാണത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അതിൽ കൂടുകയാണ്. 7-1 ഒരു ഓഹരിയോ 2 ഓഹരിയോ അല്ല, നമ്മൾ തന്നെ ഒരു പോത്തിനെ ഒരു കാളയെ അങ്ങ് പൂർണ്ണമായിട്ട് വാങ്ങിയിരുന്നു അറിവ് നടത്താൻ. മഹല്ലിലുണ്ടെങ്കിൽ നമുക്കും കൂട്ടത്തിൽ കൊണ്ടുപോയി അറിവ് നടത്തുന്നതിനും എന്തില്ല, വിരോധമൊന്നുമില്ല. പക്ഷേ നമ്മൾ പള്ളി കമ്മിറ്റിയൊക്കെ ആണെങ്കിൽ ഒരാൾ അവൻ്റെ വീട്ടിൽ വെച്ച് അറിവ് നടത്താൻ തീരുമാനിച്ചെങ്കിൽ അത് പറ്റൂല. എല്ലാവരും മഹല്ലിലുള്ളത് കൊണ്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് തിട്ടൂരെന്ത് ചെയ്യണ്ട, അത് പറയും വേണ്ട, അവരവർക്ക് നടത്തിയോട്ടെ. പക്ഷെ നമ്മൾ സഹകരിച്ചു കൊടുക്കുക ഇവിടെയും എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അറിവ് നടത്തുമ്പോൾ 7 ആളുകൾ കൂടി ഒരു മൃഗത്തെ അറിവ് നടത്തുകയാണ്, അല്ലെങ്കിൽ 14 ആൾ കൂടി ഒരു മഹല്ലിൽ 2 മൃഗത്തെ അറിവ് നടത്തുകയാണ്. ഇനി അതിലപ്പുറം എത്രയാവട്ടെ. അവർ മാർക്കറ്റിൽ പോയിട്ട് ഒരു മൃഗത്തെ വാങ്ങിക്കൊണ്ടുവന്നു. 7 ആളാണെങ്കിൽ ഒരു മൃഗത്തെ വാങ്ങിക്കൊണ്ടുവന്നു. അറിവ് നടത്തുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യം. ഇനി 14 ആൾ പോയിട്ട് 2 വാങ്ങിക്കൊണ്ടുവന്നാലും അറിവ് നടത്തുന്നതിൻ്റെ മുന്നേ ഒരു മൃഗത്തെയാണ് കൊണ്ടുവന്നെങ്കിൽ 7 ആളുകൾ നിയ്യത്ത് വെക്കണം. 7 ഓരിയാണല്ലോ, ഓരോരുത്തരുടെ ഉലിയത്താണ്, ഓരോ സുബും ഓരോ ഉലിയത്താണ്. അപ്പോൾ നവൈത്തു തൽഹിയത്തൽ മസ്നൂന, അറബിയൻ ആവണമെന്നില്ല, ഞാൻ സുന്നത്തായ ഉലിയത്ത് അറിവ് നടത്താൻ, ഈ മൃഗത്തിനെ കൊണ്ട് അറിവ് നടത്താൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു. ഓരോരുത്തരാണ് നിയ്യത്ത് ചെയ്തു. നിയ്യത്ത് മനസ്സിൽ കരുതി പറയൽ സുന്നത്താണ്. അങ്ങനെ 7 ആളും പറയണം അല്ലെങ്കിൽ കരുതണം. അല്ല 7 ആളും കൂടിയും പറയാൻ ഈ മൃഗത്തിൻ്റെ അവിടെ ഇല്ല, അല്ലെങ്കിൽ 7 ആളും കൂടി പറയണമെന്നില്ല. 7 ആൾക്കൊരു ലീഡർ, 7-ൽ ഒരാളെ ലീഡറായി തിരഞ്ഞെടുക്കുക, അവനെ ബാക്കി 6 ആളും ഏൽപ്പിക്കുക. നീയത്തൊക്കെ നീ തന്നെ വെച്ചാളാം വക്കാലത്താക്കി. അപ്പം പിന്നെ ആ ആളെന്ത് ചെയ്യുക, ഇത് എൻ്റെയും എന്നെ ഏൽപ്പിച്ചവരുടെയും സുന്നത്തായ ഉലിയത്താണ്, അത് അറിവ് നടത്താൻ ഞാൻ കരുതി മതി. അല്ല അറിവ് നടത്തുന്ന ഉസ്താദുണ്ട്, പള്ളിയിലെ മുഅദ്ദിനാണ്, മൂപ്പരെ ഏൽപ്പിച്ച് 7 ആളും കൂടി നിങ്ങൾ എന്ത് ചെയ്താളി, അങ്ങനെയും പറ്റും. അപ്പം അറിവ് നടത്തുന്ന സമയത്തോ അതിൻ്റെ മുമ്പോ ആയിട്ട് മൃഗത്തെ നിർണിതപ്പെടുത്തിയതിന് ശേഷം എന്തു വേണം, നിയ്യത്ത് വേണം. അറിവ് നടത്തിയതിന് ശേഷം നിയ്യത്ത് വെച്ചാൽ ശരിയാവില്ല. ഇനി 14 ആളുകൾ കൂടിയിട്ട് ചന്തയിൽ പോയിട്ട് 2 വന്നു, 21 ആൾ കൂടി 3 എണ്ണം കൊണ്ടുവന്നു, 28 ആൾ കൂടി 4 എണ്ണം, അങ്ങനെ എത്ര ആവട്ടെ ചന്തയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് മുഴുവനോണ്ട് അറിവ് നടത്തി, ഉലിയത്ത് ശരിയാവില്ല. 2 മൃഗങ്ങളെ 14 ആൾ പിരിച്ചിട്ട് ഓല് കൊടുന്നിട്ട് ശേഷം അവരെന്ത് ചെയ്യണം, ആദ്യം
ഈ ഏഴാളുടേത് ഏത്, ഏയാളുടേത് ഏത്. അപ്പോൾ ഒരു കാള ഇന്നയാളത്, ഇക്കാള ഇന്നയാളത്, 14 ആളാണുള്ളത്. അല്ലാതിരുന്നാൽ 2 കാളയിലും 14 ആളും ഷെയർ ഉണ്ടാവും. അപ്പോൾ 14-ൽ 1 ഒരു കാളയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ 7-ൽ 1 പകുതിയാണ് ഒന്നിലുണ്ടാവുക. അങ്ങനെ ഓരോ കാളയിലും എത്ര ഉണ്ട്? 14 ആളുണ്ട്. ഇക്കാളയിലും 14 ആളാണ്. അത് രണ്ടും കൂടാണ്ട് അറവ് നടത്തിയാലോ ഒരു മൃഗത്തിൽ 7-ൽ 1 പകുതിയാണുള്ളത്, മറ്റേ മൃഗത്തിലോ 7-ൽ 1. ആ 7-ൽ 1 പകുതി 7-ൽ 1 പകുതി ആകുമ്പോൾ എന്തായി? ഒരു 7-ൽ 1 ആയില്ലേ? ഇല്ല, ഒരു മൃഗത്തിൽ നിന്ന് മിനിമം 7-ൽ 1 വേണം. 2ലും കൂടി എന്ത് ചെയ്യാൻ പാടില്ല? ഇതാകാൻ പാടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ കൂട്ടറവ് നടത്തുകയാണെങ്കിൽ എത്ര ഉരുക്കളെയാണോ വാങ്ങിക്കൊണ്ടുവരുന്നത് എങ്കിൽ ഓരോ മൃഗത്തിനെയും 7 ആളുകൾക്ക് വീതം നിർണിതപ്പെടുത്തണം. ഇന്നത് ഈ 7 ആൾക്ക്, ഇന്നത് ഈ 7 ആൾക്ക്, മറ്റത് ആ 7 ആൾക്ക്. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ ആക്കിയതിന് ശേഷം ഈ 7 ആളുകളും അവരുടെ ഇതാണ് ഓല് നിയ്യത്ത് ചെയ്യുക, ഇത് ഇവരുടെ 7 ആളുകൾ നിയ്യത്ത്, അത് അവരുടെ 7. അങ്ങനെ അറിവ് നടത്തുമ്പോൾ 7 ആളുള്ള ഒരു മൃഗത്തിന് അറിവ് നടത്തി എന്ന് സങ്കല്പിക്കുക. അറിവ് നടത്തിയാൽ 7 ഓഹരിക്കാരാണ് ഇതിലുള്ളത്. സുന്നത്തായ ഉലിഹിയത്താണെങ്കിൽ ഓരോ അവകാശിയും 1 കീസ് ഒരു ദരിദ്രന് ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. അല്പം മാംസം ദരിദ്രൻ ധർമ്മം ചെയ്യണം. ബാക്കിയുള്ളത് മുഴുവനായിട്ടും അവനെടുത്താലും അല്ല മുഴുവനായി അവൻ ധർമ്മം ചെയ്താലും അല്ല പകുതി ധർമ്മം ചെയ്തു പകുതി അവനെടുത്തു, ഇതിനൊന്നും തകരാറില്ല. സുന്നത്തായ ഉലിഹത്തിന് 1 കീസ് നിർബന്ധമായും ഒരു ഫക്കീറിന് മിസ്കീന് കൊടുത്തു കൊള്ളണം, സുന്നത്തായ ഉലിഹത്ത്. അപ്പോൾ ഇവിടെ 7 സുന്നത്തായ ഉലിഹത്താണ്. ഒരു മൃഗം 7 ആൾ കൂടിയാൽ അതിൽ നിന്ന് 7 കീസ് ദരിദ്രർക്ക് പോയിക്കൊള്ളണം. സദക്കയായിട്ട് വേണം, ഹദിയല്ല, സദക്കയായിട്ട് ദരിദ്രർക്ക് പോകണം. അത് സമ്പന്നർക്കോ അഹ്ലു ബൈത്തിനൊന്നും കിട്ടിയാൽ ഇത് നിർബന്ധം വീടൂല. 2ാമത്തെ സുന്നത്ത്, അവനവൻ്റെ ഓഹരിയിൽ നിന്ന് അല്പം ഉടമസ്ഥന് എടുക്കൽ സുന്നത്തുണ്ട്, ഭക്ഷിക്കൽ. അപ്പോൾ 1 കീസ് അവനും എടുക്കുക. അറവങ്ങ് നടത്തി മാംസത്തിൽ നിന്ന് മൊത്തത്തിൽ നിന്നായാൽ മതി, വേറെ വേറെ ആക്കിയിട്ട് എടുക്കണമെന്നില്ല. 7 ആളുണ്ടെങ്കിലും ആ ഒരു മൃഗത്തിന് അറിവ് നടത്തി ആ ഒരു മൃഗത്തിൻ്റെ 7 ആളുകൾ വെവ്വേറെ 7 ഓഹരിയാക്കിയിട്ട് എടുക്കണമെന്നില്ല. അതിൽ നിന്ന് മാംസാക്കിയതിന് ശേഷം ആ കൂട്ടത്തിൽ നിന്ന് 7 കീസ് സദക്ക ചെയ്യാൻ ദരിദ്രർക്കുള്ള എടുത്തു. 7 കീസ് ഓരോ കീസ് അവർക്ക് കൊടുത്തു. ബാക്കിയുള്ളത് അവരെന്ത് ചെയ്യുക? ദരിദ്രർക്കോ ഏറ്റവും നല്ലത് ബാക്കിയുള്ളത് 2 ഓഹരിയാക്കുക. 1 സദക്ക എന്ന് പറയുമ്പം മിസ്കീൻ ദരിദ്രൻ ഇങ്ങോട്ടായി. ഹദിയ എന്ന് പറഞ്ഞ മുതലാളിമാർക്കും അഹ്ലു ബൈത്തിനൊക്കെ ഓർക്കും കൊടുത്തു. ഇനി അങ്ങനെ ആക്കാതെ തന്നെ മുഴുവനായിട്ട് അങ്ങനെയാണ് വിതരണം ചെയ്താലും തകരാറൊന്നുമില്ല. ഓലെ വാജിബ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ സുന്നത്തും കിട്ടിയിട്ടുണ്ട്. 1 ആണെങ്കിലാണ് ആ പറഞ്ഞത്. ഇനി 1 കൂടിയുണ്ട് മഹല്ലിൽ, ഇത് 1, മറ്റൊരു 7 ആളതുണ്ട്. അവരും ഇങ്ങനെ ചെയ്തു, അവർക്കുള്ള 1 കീസ് എടുത്തു, സദക്ക കൊടുക്കാനുള്ള 7 കീസ് അതും. അപ്പോൾ 14 കീസ്. ബാക്കിയുള്ളത് മുഴുവനും ഒരു കൂമ്പാരം, മാംസത്തിൻ്റെ ഒരു കൂമ്പാരം. ഇനി 3ാമത്തെ ഒന്നുണ്ട്, അത് മുഴുവനും സുന്നത്താണെങ്കിലായി പറഞ്ഞത്. ഇതിനും ഇതുപോലെ ചെയ്ത് ബാക്കിയുള്ളത് ഈ കൂമ്പാരത്ത് കൊടുത്തിട്ട്, മാംസക്കൂമ്പാരം. ആ കൂമ്പാരം മൊത്തമായിട്ട് മഹല്ലിലാണ്ട് വിതരണം ചെയ്താലും തകരാറൊന്നുമില്ല. കാരണം ഇവർക്ക് നിർബന്ധമായി പോകേണ്ടത് 7 കീസാദി എടുത്തിട്ടുണ്ട്, അവർക്ക് സുന്നത്തുള്ളത് അവരും എടുത്തിട്ടുണ്ട്. ഇതിന് ഡിവൈഡ് ചെയ്യണമെന്നില്ല, വേറെ വേറെ ആക്കണമെന്നില്ല. പക്ഷെ നല്ലത് എന്ത് ചെയ്യുക? അത് 2 ആക്കുക. 1 സുന്നത്ത് സദക്ക ഫക്കീർമാർക്ക് കൊടുക്കുക, 1 എന്തു ആക്കുക? ഇങ്ങനെ ആക്കുക, നിർബന്ധമൊന്നുമല്ല. ഇനി അതല്ല, ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു കൊടുത്ത് അങ്ങനെ മഹല്ലുകൾ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എടുക്കുന്നില്ലെങ്കിൽ ഇവർ നിർബന്ധമായത് കൊടുക്കാനുള്ളതൊന്നും എടുത്തില്ല, ഇവർക്കുള്ള ഒരു ഓഹരി എടുത്ത് നോക്കുക, ബാക്കിയുള്ളത് മുഴുവൻ ഒരു കൂമ്പാരത്തിലിട്ട്, എന്നിട്ടത് മൊത്തത്തിൽ അങ്ങെന്ത് ചെയ്തു? മഹല്ലിൽ ഒന്നായിട്ടാണ് വിതരണം ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു. ഇതിൽ നിന്ന് 7 കീസ് ഫക്കീറിന് പോയിണോന്ന് ഉറപ്പ് ഉണ്ടാവില്ല. മുതലാളിമാർക്കാണ് പോയതെങ്കിലോ ഫക്കീറിന് കിട്ടീണ്, ആ കിട്ടിയത് 2ഓ 3ഓ ഫക്കീറിന് കിട്ടിയത് ഒരാളുടെ ഓഹരിയിൽ നിന്നാണെങ്കിലോ 7 കീസ് പോകണം ഫക്കീറിൻ്റെ ഭാഗത്ത്. ഇതൊന്നും ഇവിടെ ഉറപ്പില്ല. അത് ഉറപ്പാകാനാണെന്ന് പറഞ്ഞത് 7 കീസ് ദരിദ്രർക്കുള്ളത് വേറെ. അപ്പം അതിനെന്ത് ചെയ്താൽ മതി? 1-ലധികം മൃഗങ്ങളുണ്ടെങ്കിൽ
ഓരോന്ന് അറിവ് നടത്തിയിട്ട് ഒരു സുന്നത്ത് കൂമ്പാരം, സുന്നത്ത് ഒക്കെ സുന്നത്താണല്ലോ. അപ്പോൾ ഒന്ന് സദക്കയുടെ കൂമ്പാരം മാംസത്തിൻ്റെ, ഒന്ന് ഹദിയയുടെ കൂമ്പാരം, ഇങ്ങനെയാണ്ട് വെച്ചാൽ മതി. എന്നിട്ട് സദക്ക എന്ന് പറഞ്ഞ ഫക്കീർമാർക്കുള്ളതാണ്. അപ്പോൾ ഓരോ മൃഗത്തു നിന്നും ചുരുങ്ങിയത് 7 സദക്ക കൂമ്പാരത്തേക്ക് ഇടുക, ബാക്കിയുള്ളത് ഹദിയ കൂമ്പാരത്തേക്കും. ഇവർക്കുള്ളത് അതിന് മുന്നേ എടുക്കുക. ഇനി ഇവർക്കുള്ളത് എടുത്തിട്ടില്ലെങ്കിൽ തകരാറ് വരില്ല, സുന്നത്തേ ഉള്ളൂ. ഇവർ മൊത്തം എന്ത് ചെയ്തു, ഹദിയ കൂമ്പാരത്ത് കൊണ്ടുപോയിട്ട് സദക്കൻ്റെ മാറ്റി വെച്ചിട്ട് എന്നിട്ട് 7 അല്ലെങ്കിൽ 8 10 മൃഗങ്ങളുടെ കൂമ്പാരമുണ്ട് ഇവിടെ. അതിന് അവനവൻ്റേത് എന്ന് പറഞ്ഞെടുക്കുമ്പം മറ്റുള്ളവൻ്റെ നിന്നായിരിക്കും ഇവന് എടുക്കുക, സ്വന്തത്തിൽ നിന്ന് ആവൂല ആ സുന്നത്ത്. അത് ഇടാനാണ് ആദ്യം അവൻ്റേത് അവൻ്റെ ഓരയിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ കൂട്ടറവിൽ ചില ആളുകൾ നേർച്ചാക്കിയതുണ്ടാവും, വാജിബായതുണ്ടാവും. വാജിബായ ഉലിയത്ത് അങ്ങനെ കൂടാൻ നമ്മൾ പറഞ്ഞു. ഒരു മൃഗത്തിൽ ഒരാൾ വാജിബുള്ളത് കൂടാം, ബാക്കിയുള്ളവരൊക്കെ സുന്നത്ത്. അല്ലെങ്കിൽ 2 ആൾ വാജിബ്, ബാക്കിയുള്ള സുന്നത്ത്. ഒരു മനുഷ്യന് തന്നെ വാജിബുള്ളതുണ്ട് സുന്നത്തുള്ളതുണ്ടെങ്കിലോ അങ്ങനെ കൂടാം. അങ്ങനെ ആകുമ്പോൾ അറിവ് നടത്തിയതിന് ശേഷം ഇവിടെ 2 കൂമ്പാരമാണ്. ഒന്ന് വാജിബ് കൂമ്പാരം, നിർബന്ധ മാംസത്തിൻ്റെ കൂമ്പാരം, മറ്റൊന്ന് സുന്നത്ത് മാംസത്തിൻ്റെ. അപ്പോൾ 6 7 മൃഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മൃഗം അറിവ് നടത്തി അതിൻ്റെ മാംസം വേർതിരിക്കുമ്പം നിർബന്ധ കൂമ്പാരത്തിൽ നിർബന്ധത്തിൻ്റെ ഇടുക, സുന്നത്ത് കൂമ്പാരത്തിൽ സുന്നത്തായത് ഇടുക. എന്നാൽ ഈ നിർബന്ധമുള്ളതൊക്കെ ഫർളായ നേർച്ചയായതൊക്കെ പാവങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഉടമസ്ഥനും എടുക്കാൻ പാടില്ല, പിന്നെ മുതലാളിമാർക്കും പാടില്ല, അഹ്ലുബൈത്തിനും പാടില്ല, അത് പാവങ്ങൾക്ക്. ഇനി ഇവിടെ സുന്നത്ത് കൂമ്പാരമുണ്ട്. ആ സുന്നത്ത് കൂമ്പാരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒന്നായിട്ട് കൂട്ടുമ്പം അവനാൻ്റെത് എന്ത് ചെയ്യണം, അവനാനെടുക്കുക. എന്നാൽ പിന്നെ ഓൻ്റെ തന്നെ അവന് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഇത് മൊത്തം എന്ത് ചെയ്തു, ഫക്കീർമാർക്ക് മാത്രം കൊടുക്കുക ഈ കൂമ്പാരം. എന്നാലോ അപ്പം പിന്നെ മുതലാളിമാർക്കൂടെ അപ്പം അതിന് 2 ആക്കുക. 2 ആക്കിയിട്ടോ ഇതിൽ നിന്ന് തന്നെ മുതലാളിമാർക്കും കൊടുത്തു, ഇതിൽ നിന്ന് തന്നെ തൊഴിലാളി ഫക്കീർമാർക്കും കൊടുത്താലോ ഒരാളുടെ ഒരു കീസ് ഫക്കീറിന് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താൻ പറ്റൂല. അപ്പം അതുകൊണ്ട് 2 ഡിവൈഡ്, ഒന്ന് ഹദിയ കൂമ്പാരവും മറ്റൊന്ന് സദക്ക കൂമ്പാരവും. അപ്പോൾ സദക്ക കൂമ്പാരം ആർക്ക് തന്നെ കൊടുത്തു. അപ്പം അതിന് കൂട്ടറിവ് നടത്തുമ്പോൾ കമ്മിറ്റിക്കാരാദ്യം മഹല്ലിലെ ഫക്കീർ മിസ്കിമാരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം, മുതലാളിമാരുടെ ലിസ്റ്റ് വേറെ ഉണ്ടാക്കുക, അഹ്ലുബൈത്തിൻ്റെ ലിസ്റ്റ് വേറെ ഉണ്ടാക്കുക. സദക്ക കൂമ്പാരം ഏൽപ്പിക്കണോൻ്റെ അടുത്ത് ഫക്കീർമാരെ ലിസ്റ്റ് കൊടുക്കുക, ഹദിയ കൂമ്പാരം വിതരണം ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുടെ അടുത്ത് മറ്റേ 2 ലിസ്റ്റും കൊടുക്കുക. എന്നാൽ പിന്നെ ഈ പ്രശ്നത്തിനൊക്കെ എന്തായി, പരിഹാരമായി. അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ മസല പറയേണ്ടി വരും. നമ്മൾ ആ ഭാഗം അവിടെ നിർത്തുക, കുറച്ച് നേരം ചോദിക്കുക അതുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ അറിവിൻ്റെ വിഷയം എന്ന് പറഞ്ഞത്. അതേ സമയത്ത് കഴിഞ്ഞ വർഷം ഉപ്പ മരിച്ചിരുന്നു, ഉസ്താദെ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് എൻ്റെ വാപ്പാൻ്റെ പേരിലൊരു ഓഹരി കൂടട്ടെ, പറ്റൂല. ചോദിക്കണെന്ത്, വാപ്പ വസിയത്ത് ചെയ്തിനോ. മയ്യത്തിനെ തൊട്ട് ഉലിയത്തറിവ് ആണെങ്കിൽ മയ്യത്ത് ജീവിതകാലത്ത് വസിയത്ത് ചെയ്യണം, ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണം, ഉലിയത്തറക്കണമെന്ന് വസിയത്തുണ്ടെങ്കിൽ മാത്രമേ വാപ്പയെ തൊട്ട് ഓഹരി വിടാൻ പറ്റുള്ളൂ. അല്ല വസിയത്തൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ എന്ത് ചെയ്യുക, നമ്മളെ പേരിൽ 2 ഓഹരി വിടുക, ഓരോരിയാലും മതി. അതിൻ്റെ കൂലി ആർക്കാ ഹദിയ ചെയ്യുക, നമ്മൾ യാസീനോദി ഹദിയ ചെയ്യണില്ലേ, അങ്ങനെ ഇതും ചെയ്യും. കൂടുന്ന ഉടമസ്ഥനാര്, ജീവിച്ചിരിക്കണ ഞാൻ തന്നെ. ഞാനൊരു ഉലിഹിയത്ത് ഞാൻ തന്നെ ഇയ്യത്തും വെച്ചു, എന്നിട്ട് ഞാനിൻ്റെ കൂലി. അത് മരിക്കണം എന്നില്ല. നമ്മൾ പുരയിലൊരാടിനെ കൊടുന്ന് അറിവെടുത്ത ഉലിയത്ത് ഒരാടിൽ വേറെ ആളെ കൂട്ടാൻ പറ്റുമോ, ഇല്ല. അപ്പം ഭാര്യയും മക്കളും ഉണ്ട്, ഓരോപ്പം അതിങ്ങനെ നോക്കിക്കുക. അല്ല നിങ്ങൾക്ക് മാത്രം കൂലി കിട്ടിയാൽ മതിയോ. ഒരാട് ഇപ്പം 2 ആടൊന്നും അറക്കാനിട്ടപ്പോൾ കഴിയില്ലാണു, എന്താ ചെയ്യുക, ഓരോട് പറ പ്രശ്നമാക്കണ്ട. ഉലിയത്ത് ആരുടേതാണ്, നമ്മുടേതാണ്. കൂലിയിൽ അവരെയും എന്ത് ചെയ്യാം, പങ്കാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലിയത്തറുത്ത് 2 ആടിനെ, എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ആദിഹി ഉലിഹിയത്തി അൻ മുഹമ്മദിൻ വഅൻ ഉമ്മത്തി മുഹമ്മദിൻ. ഇത് മുഹമ്മദ് നബിയെ തൊട്ടും ഉമ്മത്ത് മുഹമ്മദിനെ തൊട്ടും ഉള്ള ഉലിയത്താണ്. അവിടെ അതിൻ്റെ ഫുഖഹാ പണ്ഡിതന്മാർ പറഞ്ഞേ കാണാം, കൂലിയിൽ പങ്കാക്കി എന്നാണ് ആ പറഞ്ഞത്. കാരണം ഒരാടിൽ എല്ലാവരും കൂടിയും കൂട്ടാൻ എന്തില്ല, വകുപ്പില്ലല്ലോ. അതുകൊണ്ട് കൂലിയിൽ പങ്കാക്കാം. അപ്പോൾ നമ്മളൊരു ഓഹരി കൂടി പള്ളിക്കൽ, എന്നാൽ അതിലെന്ത് ചെയ്യുക, ഓഹരി ഉടമസ്ഥനാര്, നമ്മൾ തന്നെ, നമ്മളുടെ ഉലിയത്തിൻ്റെ കൂലി നമ്മൾക്കാണ്. ആ കൂലിയിൽ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മളെ സുന്നത്ത് വീടി, കറാത്ത് ഓൽതും പോയി, കൂലിയിൽ അവരെ പങ്കാക്കുകയും ചെയ്തു. ആ ഒരു ശൈലി എന്ത് ചെയ്യുക, സ്വീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇനി അല്ല, വീട്ടിൽ അക്കീക്കത്ത് അറുക്കാണ്ട് മകൻ്റേത്, ഒരു അക്കീക്കത്ത് മകൻ്റേത് കൂടാ,
ഒരു ഒലിയത്ത് നമ്മളുടേത് കൂടാം, അതിനൊന്തില്ല, വിരോധമില്ല. ഒരാടാണ് നമ്മൾ അറക്കണമെങ്കിൽ ഒലിയത്തും അക്കീകത്തും കൂടി അതിൽ കരുതാൻ പറ്റൂല എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. കാരണം മിനിമം 7 അല്ലെങ്കിൽ ഒരാട് വേണമെന്നാണല്ലോ. ഒലിയത്ത് അറവ് നടത്തി കഴിഞ്ഞാൽ സുന്നത്തായതാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു കീസ് ദരിദ്രന് കൊടുക്കണം, ബാക്കി ആർക്കും കൊടുക്കാറുണ്ട്. ആ ബാക്കി ആർക്കും കൊടുക്കുക എന്ന് പറഞ്ഞ സുന്നത്തായ ഒലിയത്ത് ഏത് നാട്ടിലും കൊടുത്തേക്കാം. ഈ ഒരു ദരിദ്രന് ഒരു കീസ് കൊടുക്കണം എന്ന് പറഞ്ഞത് ആ പ്രദേശത്തുള്ള ആൾക്ക് തന്നെ കൊടുക്കണം. ആ പ്രദേശത്തുള്ളത് പറഞ്ഞാൽ കൈമാറ്റം അവിടെ നിന്ന് ആവണം. ഓരോ ബംഗാളി അവിടെ നിന്ന് താമസിക്കുകയാണെങ്കിൽ ഓനും എന്ത് ചെയ്യുക, ആ പ്രദേശത്താണ് ഓനുള്ളത്, അവിടെ നിന്ന് കൊടുക്കുക, അതിന് വിരോധമില്ല. ഒരു കീസ്, ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, അത് അറവ് നടത്തിയതിന് ശേഷമാണ് ആ വിധി. അറവ് നടത്തുന്നതിന് മുമ്പാണെങ്കിലോ മൃഗം മൊത്തം ഉടുക്കും നീക്കം ചെയ്യാം. അല്ല, നമ്മളൊരു വിദേശത്ത് അല്ലെങ്കിൽ ദൂരമുള്ള രാജ്യത്ത് ഒരാളെ വിളിച്ചിട്ട് എൻ്റെ പേരിൽ ഒരു ഉലിയത്തിന് എന്ത് ചെയ്യണം, ഒരു മാടിനെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങിയിട്ട് നിന്നെ വക്കാലത്ത് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെന്ത് ചെയ്യുക, വാങ്ങിയിട്ട് നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ നെയ്യത്ത് ഏൽപ്പിക്കണം. ബാക്കി അറവ് വിതരണം ഇതൊക്കെ അതിൽ പെട്ടു, ആ ഏൽപ്പിക്കുന്നതിൽ തന്നെ. അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഉണ്ട് UP ഇങ്ങനെ ഭാഗത്തൊക്കെ നമ്മളെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പല ഉസ്താദുമാരും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ കൂടുന്നതിനെന്തില്ല, വിരോധമില്ല. അറവ് നടത്തിയതിന് ശേഷം നക്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്.